നമസ്കാരം. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയുടേത് പരിധിവിട്ട അമേരിക്കൻ മുതലാളിത്ത വിധേയത്വമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്ത്യൻ തൊഴിലാളി വർഗം ഇത് അംഗീകരിക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഭീഷണിയാകുന്ന നയസമീപനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും ബിനോയ് വിശ്വം. പാലക്കാട്ട് NREG വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം. പട്ടാമ്പി മണ്ഡലം കേന്ദ്രീകരിച്ച് CPI വിമതർ പ്രവർത്തനം ശക്തമാക്കുന്നു. മെയ് 9 പട്ടാമ്പിയിൽ റാലിയും പൊതുയോഗവും. മതതീവ്രവാദ ഭീകരതയ്ക്കെതിരെ മാനവ സംഗമം എന്ന പേരിൽ നടത്തുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുക തൃത്താല മുൻ MLA VT ബൽറാം. CPI ഇന്നുവരെ നടത്തിയിട്ടില്ലാത്ത കൂറ്റൻ റാലിക്ക് പട്ടാമ്പി സാക്ഷ്യം വഹിക്കുമെന്ന് വിമത നേതാക്കൾ. പാചക തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU. കൃത്യമായി മാസം തോറും ശമ്പളം അനുവദിക്കണം. ആവശ്യമുന്നയിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച്. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിടും മുൻപ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് തകർന്നു. പ്രതിഷേധവുമായി കോൺഗ്രസ്. പ്രവർത്തകരെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം. മുതുതല പെരുമുടിയൂർ നിവാസികൾക്ക് വർഷങ്ങളായി ദുരിതയാത്ര. പുതിയ ഗേറ്റ് മുതൽ പെരുമുടിയൂർ തറ വരെ റോഡ് പൂർണ്ണ തകർച്ചയിൽ. വർഷം തോറും ഫണ്ട് നീക്കിവെക്കുന്നുണ്ടെങ്കിലും പ്രവൃത്തി അട്ടിമറിക്കപ്പെടുകയാണെന്ന ആരോപണം. പ്രക്ഷോഭ മുന്നറിയിപ്പുമായി UDF. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ തിരിച്ചടി ആഘോഷമാക്കി പാലക്കാട് നഗരം. വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ. പാകിസ്ഥാനുള്ള തിരിച്ചടി ദേശസ്നേഹികൾ ആഘോഷിച്ചത് മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചു. വടക്കുംനാഥന്റെ പടിഞ്ഞാറേ നടയിൽ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. അടുത്ത പൂരം 2026 ഏപ്രിൽ 26. തൃശൂർ പൂരം ക്ലൈമാക്സ് നൽകിയ ആനയുടെ വിരണ്ടോട്ടം. പുലർച്ചെ നഗരത്തിലൂടെ വിരണ്ടോടിയത് എഴുന്നള്ളിപ്പിനെത്തിച്ച ഊട്ടോളി രാമൻ. തിക്കിലും തിരക്കിലും 40-ലേറെ പേർക്ക് നിസ്സാര പരിക്ക്. വാർത്തകൾ വിശദമായി. നരേന്ദ്രമോദിയുടേത് അതിരുവിട്ട അമേരിക്കൻ മുതലാളിത്ത വിധേയത്വമാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്ത്യൻ തൊഴിലാളി വർഗം ഇത് അംഗീകരിക്കില്ല. പാലക്കാട്ട് NREG വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിനോയ് വിശ്വം. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഭീഷണിയാകുന്ന നിലപാടുകളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു. രാജ്യത്തെ ഓരോ ചലനങ്ങളും ഭരണാധികാരികളുടെ നിലപാടുകളും തൊഴിലാളി വർഗം ഉറ്റുനോക്കുന്നുണ്ട്. കോർപ്പറേറ്റ് അനുകൂല മുതലാളിത്ത വിധേയത്വ നിലപാടാണ് ട്രംപിന് അനുകൂലമായി ചിന്തിക്കാൻ മോദിയെ പ്രേരിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ നിലപാട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനിടയിൽ വലിയ എതിർപ്പ് സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സമാനമായിരുന്നു ട്രംപ് ജയിക്കുവാൻ വേണ്ടി ഉറക്കമിടിച്ചു മോദി. അവിടെ പോയി ഒരിക്കൽ മോദി പ്രസംഗിക്കുക പോലും ചെയ്തു ട്രംപിന് വേണ്ടി. രാഷ്ട്രത്തലവന്മാർ അങ്ങനെ പോയാൽ ഡിപ്ലോമസിയുടെ ചില ബാലപാഠങ്ങൾ പറയുന്നു. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടപ്പെടില്ല. അതെല്ലാം മറന്നുകൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇലക്ഷൻ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് മോദി പ്രസംഗിച്ചത് വീണ്ടും ട്രംപിനെ വിളിക്കാനായിരുന്നു. അതൊന്നും ലോകം മറന്നു പോയിട്ടില്ല. എല്ലാ മര്യാദയും ഡിപ്ലോമാറ്റിക് മാനദണ്ഡങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കട്ടപ്പുറത്തെയും ട്രംപിന് വേണ്ടി വാദിക്കാൻ പോയ മോദി പറയട്ടെ, ഈ സമ്മാനം ഉചിതമായിരുന്നു എന്ന്. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, V ചാമുണ്ണി, വിജയൻ കുനിശ്ശേരി, സുമലത മോഹൻദാസ്, അനിമോൻ K മല്ലിക എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് ജില്ലയിൽ CPI വിമതർ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നു. പട്ടാമ്പി അസംബ്ലി മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെയ് 9 റാലിയും പൊതുയോഗവും നടത്തും. പട്ടാമ്പിയിൽ ഇതുവരെ CPIക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത പടുകൂറ്റൻ റാലി നടത്താനാണ് വിമതരുടെ മുന്നൊരുക്ക്. അഴിമതി ചൂണ്ടിക്കാട്ടിയതിനെതിരെ അച്ചടക്ക നടപടി നേരിടേണ്ടി വന്ന CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണ് സേവ് CPI. കഴിഞ്ഞ ജൂലൈ 14 മണ്ണാർക്കാട്ട് വെച്ചാണ് സംഘടന രൂപീകൃതമായത്. അന്നത്തെ CPIയിലെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ വിമതപക്ഷത്തുണ്ട്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി മെയ് 9 ശനിയാഴ്ച പട്ടാമ്പിയിൽ പൊതുപരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മതതീവ്രവാദ ഭീകരതയ്ക്കെതിരെ മാനവ സംഗമം നടത്തുന്നതിന്റെ ഭാഗമായി റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കും. തൃത്താല മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം പരിപാടി ഉദ്ഘാടനം ചെയ്യും. സേവ് CPIയിലെ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും. ഇതുവരെ CPIക്ക് പട്ടാമ്പിയിൽ നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളും പൊതുപരിപാടിയുമായിരിക്കും സംഘടിപ്പിക്കാൻ പോകുന്നതെന്ന് സേവ് CPI പാലക്കാട് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കോടിയിൽ രാമകൃഷ്ണൻ STVയോട് പറഞ്ഞു. പട്ടാമ്പി സേവ് CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന മെയ് മാസം 9 മത തീവ്രവാദത്തിനെതിരെ മാനവ സംഗമം പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് പ്രകടനമായി കൽപ്പക സ്ട്രീറ്റിലെ വെച്ച് പൊതുയോഗം നടത്തുകയാണ്. ആ പൊതുയോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്
ശ്രീ വി ടി ബലറാം എക്സ് MLA ആണ്. അതിനുശേഷം സേവ് CPIയുടെ ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ, അതുപോലെ തന്നെ ജില്ലാ അസിസ്റ്റൻറ്റ് സെക്രട്ടറിമാരായ R രാധാകൃഷ്ണൻ, രാമകൃഷ്ണൻ കോടിയിൽ, അതുപോലെ തന്നെ TK സുഭാഷ്, VT സോമൻ, TK മുഹമ്മദ് എന്ന മാനു, TV ധർമ്മദാസ് തുടങ്ങിയ ആൾക്കാർ അതിൽ പ്രസംഗിക്കുന്നതാണ്. പാലോട് മണികണ്ഠൻ, R രാധാകൃഷ്ണൻ, PK സുഭാഷ്, VT സോമൻ, PK മുഹമ്മദ് എന്ന മാനു അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. സേവ് CPI നേരത്തെ VT ശങ്കരൻ അനുസ്മരണം സംഘടിപ്പിച്ചിരുന്നു. പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചതിനു പുറമെ ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. വരും ദിനങ്ങളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് സംഘടനയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വടക്കുംനാഥന്റെ പടിഞ്ഞാറേ നടയിൽ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. ഇതോടെ ഈ വർഷത്തെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് സമാപനമായി. 2026 ഏപ്രിൽ 26-നാണ് അടുത്ത പൂരം. പൂരനഗരി അടുത്ത ദിവസം മുതൽ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങും. തൃശൂർ പൂരം എഴുന്നള്ളിപ്പിനെത്തിച്ച ആന വിരണ്ടോടി. ഓട്ടോളി രാമൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ആന ഓടിയതോടെ തിക്കിലും തിരക്കിലും പെട്ട് 42ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പുലർച്ചെ വെടിക്കെട്ട് കാണാൻ നിരവധി ആളുകൾ നഗരത്തിൽ കാത്തുനിൽക്കുന്നതിനിടെയാണ് ആന ഓടിയത്. സ്വരാജ് റൗണ്ടിലൂടെ ഓടിയ ആന പിന്നീട് പാണ്ഡ്യ സമൂഹം മഠം MG റോഡിലേക്കുള്ള വഴിയിലേക്ക് ഓടി. ആന ഓടുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് ആളുകൾക്ക് നിസ്സാര പരിക്കേറ്റത്. ആന ഓടിയതോടെ അല്പസമയത്തേക്ക് സ്ഥലത്ത് പരിഭ്രാന്തിയുണ്ടായി. വിവരമറിഞ്ഞെത്തിയ എലഫന്റ് സ്ക്വാഡ് ഉടൻ ആനയെ നിയന്ത്രണ വിധേയമാക്കി. റവന്യൂ മന്ത്രി K രാജൻ കൺട്രോൾ റൂമിലിരുന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകി. പരിക്കേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി ജില്ലാ ആശുപത്രി സന്ദർശിച്ചു. അതിനെ തുടർന്ന് 42 പേര് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. സംവിധാനങ്ങളെല്ലാം കൃത്യമായി കൺട്രോൾഡാണ്. സമയത്ത് തന്നെ പോലീസും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളെല്ലാവരും കൺട്രോൾ റൂമിലുണ്ടായതുകൊണ്ട് അപ്പോൾ തന്നെ നോക്കി എല്ലാവിധത്തിലുള്ള കാഷ്വാലിറ്റികളും ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടി സ്വീകരിച്ചു. ആനയെ തളയ്ക്കാൻ അതിവേഗം എലിഫന്റ് സ്ക്വാഡിന് പോകാൻ കഴിഞ്ഞു. എല്ലാ വശത്തും ആംബുലൻസുകളും വിവിധ സന്നദ്ധ പ്രവർത്തകരും രംഗത്തിറങ്ങി. 42 പേരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്കൂൾ പാചക തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU. ഇതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. പാചക തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക, സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, കൃത്യമായി മാസം തോറും ശമ്പളം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CITU ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പല മേഖലയും അപ്രാപ്യമായി നിന്നിരുന്ന മേഖലയെ പൊതുവിദ്യാഭ്യാസത്തെ അതിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടലല്ലേ നടത്തിയത്. 1957 അധികാരത്തിൽ വന്ന EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് സമൂലമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് സ്വകാര്യ മാനേജർമാരുടെ വീട്ടിലെ ജോലിക്കാരായി നിന്നിരുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ സ്കൂളിലെ പഠിപ്പിക്കുന്നവർക്കും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഷാബിറ കബീർ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോമോഹൻ, പാലക്കാട് ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ സുക്കൂർ, യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സ്വാമിനാഥൻ, വാസുദേവൻ മാസ്റ്റർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ, മനോജ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഓങ്ങല്ലൂർ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന കോൺഗ്രസ്. റോഡിന്റെ തകർച്ച ആരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്തെത്തി. റോഡിന്റെ തകർച്ച കരാറുകാരനെ കൊണ്ടുതന്നെ പരിഹരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് ഭാഗത്തു നിന്ന് കാരക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് തകർച്ച നേരിട്ടതിനെ തുടർന്നാണ് കോൺക്രീറ്റ് പ്രവൃത്തികൾ നടത്തിയത്. 200 മീറ്ററാണ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. റെയിൽവേ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തിയത്. എന്നാൽ 2 മാസം പൂർത്തിയാകും മുമ്പ് റോഡിന്റെ പല ഭാഗത്തും തകർച്ച രൂപപ്പെട്ടു തുടങ്ങി. കോൺക്രീറ്റ് അടർന്ന് കുഴികൾ രൂപപ്പെടുന്ന സ്ഥിതിയാണിവിടെ. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കൾ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററെ വിഷയം ധരിപ്പിച്ചിരുന്നു. വിഷയം കരാറുകാരനെ ധരിപ്പിക്കാൻ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാൻ തയ്യാറായില്ല. കോൺക്രീറ്റ് റോഡ് തകർച്ച കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലാണ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് 2018 ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ച് റെസൊല്യൂഷൻ എടുക്കുകയും അധികാരികളോട് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ അത് റെയിൽവേയുടെ സ്ഥലമാണ്, അവിടെ റോഡിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പദ്ധതി അന്ന് ഉപേക്ഷിച്ചതാണ്. അപ്പോഴാണ് റെയിൽവേയുടെ കാരക്കാട് സ്റ്റേഷൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ റോഡ് അവർ പണിയെടുക്കുകയും ജനങ്ങൾക്കധികം വളരെയധികം സന്തോഷമുണ്ടാകുകയും ചെയ്തു. പക്ഷേ ഇത് പണി കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളമായിട്ടില്ല. 200ഓളം മീറ്റർ റോഡാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ കോൺക്രീറ്റ് ചെയ്ത മുഴുവൻ ഭാഗങ്ങളും അടർന്നു പോയി കല്ല് പുറത്തു വന്നിരിക്കുകയാണ്. PK അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ്, ഇമ്പിച്ചിമണി, ഗോപൻ കാരക്കാട്, ഷാഫി കാരക്കാട്, EK സലീം, മണികണ്ഠൻ സലീം തുടങ്ങിയവർ സംസാരിച്ചു. കാരക്കാട് നിന്ന് ഓങ്ങല്ലൂർ ഭാഗത്തേക്ക് എളുപ്പമാർഗം എത്താവുന്ന റോഡ് കൂടിയാണ് കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ്. കരാറുകാരനെ കൊണ്ട് തന്നെ തകർച്ച പരിഹരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ തിരിച്ചടി ആഘോഷമാക്കി പാലക്കാട്ടെ ദേശസ്നേഹികൾ. ത്രിവർണ്ണ പതാക ഏന്തിയും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമാണ് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നീക്കം പാലക്കാട്ടുകാർ ആഘോഷമാക്കിയത്. പാലക്കാട് നഗരത്തിൽ വലിയങ്ങാടി, മേലാമുറി ഭാഗങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു. മുതുതല പെരുമുടിയൂർ നിവാസികൾക്ക് വർഷങ്ങളായി തകർന്ന റോഡിലൂടെ ദുരിതയാത്ര. പുതിയ ഗേറ്റ് മുതൽ പെരുമുടിയൂർ തറ വരെ റോഡ് സഞ്ചാരയോഗ്യമല്ല. ഫണ്ട് നീക്കിവെക്കാറുണ്ടെങ്കിലും റോഡ് ഗതാഗതയോഗ്യമാക്കാൻ അട്ടിമറി നടക്കുന്നുണ്ടെന്ന് ആരോപണമുയർന്നിട്ടുണ്ട്. പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് UDF. മുതുതല ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെടുന്ന പുതിയ ഗേറ്റ് മുതൽ പെരുമുടിയൂർ തറ വരെയുള്ള ഗ്രാമീണ പാതയാണ് വർഷങ്ങളായി ഗതാഗതയോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്നത്. നിത്യേന നിരവധി ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. 3 കിലോമീറ്ററോളം വരുന്ന പാത വലിയ കുഴികൾ നിറഞ്ഞും അരികിടിഞ്ഞും കാൽനടയാത്രയ്ക്ക് പോലും യോഗ്യമല്ലാത്ത സ്ഥിതിയാണ്. വാർഡ് മെമ്പറുടെ ശ്രമഫലമായി പഞ്ചായത്ത് റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിക്കുകയും എന്നാൽ ഈ റോഡിന്മേൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട്, MLAയുടെ പദ്ധതിയിൽ ഈ റോഡ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാരണങ്ങൾ നിരത്തി പഞ്ചായത്ത് അനുവദിച്ച ഫണ്ടിന് തടസ്സം നിൽക്കുകയും MLA അനുവദിച്ച ഫണ്ട് വകമാറ്റുകയും ചെയ്തു എന്നാണ് ആരോപണം. LDF ഭരിക്കുന്ന മുതുതല പഞ്ചായത്ത് ഭരണസമിതി UDF മെമ്പറുടെ വാർഡിനെ അവഗണിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. റോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ച് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇക്കാര്യം ഉന്നയിച്ച് പ്രതിഷേധ സമരത്തിനൊരുങ്ങുകയാണ് UDF. ഇപ്പോൾ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഈ റോഡിന് വെച്ച ഫണ്ട് വകം മാറ്റി വേറെ ഭാഗങ്ങൾക്ക് മാറ്റി വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. റോഡിൻ്റെ വികസനം, മറ്റു ഭാഗങ്ങൾ റോഡിൻ്റെ വികസനം ഞങ്ങളെതിരല്ല. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഈ ഭാഗത്തുള്ള ജനങ്ങളെ പ്രയാസങ്ങൾ പരിഹരിക്കണമെന്നാണ് പറയാനുള്ളത്. ഇനിയും ഈ റോഡ് ഈ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റേതായ പ്രതിഷേധമായി മുന്നോട്ട് പോകാം. നാളെ നടക്കുന്ന വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഈ റോഡ് ഉപദ്രവവും അതുപോലെ തന്നെ പ്രതിഷേധ റാലിയിലും ഈ ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങളും പങ്കെടുക്കണമെന്നാണ് പറയാനുള്ളത്. പ്രദേശത്തെ സർക്കാർ സ്വകാര്യ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, പ്രാഥമിക ഹോമിയോ ആശുപത്രി, താലൂക്ക് ആശുപത്രി, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. ഒരുപാട് പേര് സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണിത്. പുന്നശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ മുത്തശ്ശേർകാവ്, അതുപോലെ ആലക്കുപറമ്പ് ശിവക്ഷേത്രം, അതുപോലെ തന്നെ ഇവിടെ MES സ്കൂള്, അതുപോലെ താലൂക്ക് ഓഫീസ്,
അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി, അങ്ങനെ ഒരുപാട് പേര് പട്ടാമ്പിയിലേക്ക് എത്താൻ ഒരു എളുപ്പമാർഗം കൂടിയാണ് ഈ ഒരു പാത. ഈ പാതയുള്ള അവഗണന തുടങ്ങിയിട്ട് 6-7 വർഷത്തോളമായി. പലവട്ടം അധികാരികളെ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹരിക്കാം, നേരാക്കാം എന്നുള്ളതല്ലാതെ ഇന്നേ വരെ അതിൻ്റെ മേലെ ഒരു നടപടി എടുത്തിട്ടില്ല. ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ മഴക്കാലമായി, ഇനി റോഡിന് മുകളിൽ ഒരു വർക്കും ചെയ്യാൻ കഴിയില്ല. 2500-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള റോഡാണിത്. 2016-2017 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 20 ലക്ഷം രൂപ കൊണ്ട് നടത്തിയ അറ്റകുറ്റപ്പണിയല്ലാതെ മറ്റൊരു നവീകരണവും ഈ പാതയിൽ നടത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ കൈമുകുന്നത്തുകാവ് പാരമ്പര്യ ട്രസ്റ്റി ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിന്റെയും ആചാര ലംഘനത്തിന്റെയും അഴിമതിയുടെയും കൈകളിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെയ് 8-ന് ട്രസ്റ്റി ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര ഭരണം ജനകീയ കമ്മിറ്റികൾക്ക് കൈമാറണമെന്നും ആവശ്യം നൂറുകണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മണ്ണൂർ കൂട്ടുമുക്കിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുക്കുമെന്നും അറിയിച്ചു. ട്രസ്റ്റിനെക്കുറിച്ച് കൂടുതൽ പരാതിയുമായി മുൻ മൂപ്പിൽ നായരുടെ മകൾ രാജലക്ഷ്മിയും രംഗത്തെത്തി. ക്ഷേത്രം ചെമ്പോല പൊതിയാനും മറ്റു നവീകരണത്തിനുമായി 2009-ൽ ഏകദേശം 25 ലക്ഷത്തോളം രൂപ നൽകിയിരുന്നതായും ഇവർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ശ്രീകോവിൽ ചോർച്ചയിലാണ്. ശരിയാം വിധം പ്രവർത്തികൾ നടത്തിയിട്ടില്ലെന്നും അന്വേഷണം നടത്തണമെന്നും സമരക്കാർക്ക് പിന്തുണ നൽകുമെന്നും അറിയിച്ചു. ശ്രീകോവിലിൽ ചെമ്പോല പതിച്ചത് അത് ചെമ്പോലയ്ക്ക് പകരം ഇരുമ്പാണോ എന്നുകൂടി സംശയമുണ്ടെന്നും ഇതും അന്വേഷിക്കണമെന്നും രാജലക്ഷ്മി പറഞ്ഞു. വകുപ്പ് മന്ത്രിക്കും ദേവസ്വം ബോർഡിനും പരാതി നൽകുമെന്നും അവർ അറിയിച്ചു. പിന്നെ മറ്റത് കൊടുത്തത് ഒരു മുഖംമൂടിയാണ്, മുഖത്തിൽ ധരിക്കാൻ ഒരു സ്വർണത്തിൻ്റെയാണ് കൊടുത്തത്. അതിൽ ഭഗവതിയുടെ കൃപ ഒന്നും ചേഞ്ച് വന്നിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഇത് പിന്നെയാണ് മനസ്സിലായത്, ഇരുമ്പിൻ്റെ പോലെ കളറായിരിക്കുന്നു ചെമ്പ്. അതൊക്കെ കളറ് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെമ്പിൽ ആരും കളറ് കൊടുക്കാറില്ല, അതിപ്പോൾ ചെമ്പിൽ കളറ് കൊടുക്കണം. അതും പോട്ടെ, അതിന് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നു. പക്ഷേ ആ ഭഗവതി ഇരുന്ന് വെള്ളം വീണ് ഭഗവതി ഇരിക്കുന്ന സ്ഥലത്ത് നിറയെ ചളിയും ഇതും ഒക്കെ ആയിട്ട് ആ ഭഗവതി അതിലാണ് 12 വർഷമായിട്ട് ഇരിക്കുന്നത്. ഭക്തജന കൂട്ടായ്മയുടെ സംഘാടകരായ തങ്കപ്പൻ, PC പ്രീതത്ത്, ഹരിനാരായണൻ, ദിവൈ കേരളശ്ശേരി, A കൃഷ്ണദാസ്, ഭഗത്, ഓമനക്കുട്ടൻ, രവി പള്ളിയാൽ എന്നിവരും പങ്കെടുത്തു. അമ്പലത്തിലെ ചെമ്പോല പൊതിയാൻ വേണ്ടി ആ അമ്പലത്തിൻ്റെ തന്നെ ഒരു അവകാശിയായിട്ടുള്ള രാജലക്ഷ്മി ചേച്ചി വലിയ ഒരു സാമ്പത്തികം മുടക്കുകയും അത് അമ്പലത്തോട് അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തെ വ്രണപ്പെടുകയും അവരുദ്ദേശ രീതിയിലല്ല കാര്യങ്ങൾ നടന്നതെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് പരാതി കൊടുക്കുകയും അന്വേഷിക്കുകയും ചെയ്തതാണ്. എന്നാൽ അതെല്ലാം തന്നെ മൂടിവെക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാന സർക്കാർ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട്ട് പ്രദർശന വിപണന സെമിനാറുകൾ സംഘടിപ്പിച്ചു. സ്റ്റേഡിയം സ്റ്റാൻഡിന് സമീപം നടക്കുന്ന എൻ്റെ കേരളം 2025 മേളയുടെ ഭാഗമായാണ് സെമിനാർ നടത്തിയത്. കൃത്യത, കൃഷി സാധ്യതകളും പ്രയോഗവും എന്ന വിഷയത്തിൽ രാവിലെ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാർ ആത്മ പ്രൊജക്ട് ഡയറക്ടർ PA ഷീന ഉദ്ഘാടനം ചെയ്തു. കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഹാസ്, തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ S സജീന, ഡെപ്യൂട്ടി ഡയറക്ടർ SP മഞ്ജു തുടങ്ങിയവർ നേതൃത്വം നൽകി. 100ഓളം കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഉച്ചയ്ക്ക് നടന്ന സെമിനാർ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP അഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ എന്ന വിഷയത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രി ജനറൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ മനോജ് PG, പൊതുജനാരോഗ്യ നിയമം 2023 എന്ന വിഷയത്തിൽ റിട്ടയർഡ് ടെക്നിക്കൽ അസിസ്റ്റന്റ് PK രാജു എന്നിവർ ക്ലാസുകൾ നയിച്ചു. കേരള വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി MU അനന്തൻ, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ രജീന രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുഴൽമന്നം മലമ്പുഴ ബ്ലോക്ക് ക്ലസ്റ്റർ കുടുംബശ്രീ അംഗങ്ങളുടെ സർഗോത്സവം അരങ്ങ് 2025 സമാപനമായി. 143 പോയിന്റ് നേടി പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് 1ാം സ്ഥാനം നേടി. സമാപന സമ്മേളനം KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. 106 പോയിന്റുകൾ നേടി കോട്ടായി, കുത്തന്നൂർ പഞ്ചായത്തുകൾ 2ാം സ്ഥാനം പങ്കിട്ടു. 32 പോയിന്റോടെ മാത്തൂർ 3ാം സ്ഥാനം കരസ്ഥമാക്കി.
സമാപന സമ്മേളനം KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷത വഹിച്ചു. കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അനിത, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ V വിനീത, കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാരായ M ഉഷ തേങ്കുറിശി, K ബിന്ദു പെരിങ്ങോട്ടുകുറിശി, ദിവ്യ സ്വാമിനാഥൻ കുത്തന്നൂർ, C കനകം കൊടുമ്പ്, ഗിരിജ മരുതറോഡ്, C ബേബി പുതുപ്പരിയാരം, V ശാന്തകുമാരി കോട്ടായി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഗ്ലോറി മോൾ ജോൺ, കുടുംബശ്രീ ജില്ലാ മിഷൻ DPMC സവിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. കൊളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 18ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം തുടരുന്നു. മെയ് 4 ആരംഭിച്ച പ്രതിഷ്ഠാദിനാഘോഷം 8 സമാപിക്കും. വിശേഷ പൂജകൾ, സംഗീതോത്സവം, സമ്പൂർണ്ണ നാരായണീയം തുടങ്ങിയ പരിപാടികളോടെയാണ് കുളപ്പുള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം. മെയ് 8 പ്രതിഷ്ഠാദിനം. അനുബന്ധമായി 4 തന്നെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. നിത്യവും വൈകിട്ട് 7 നടക്കുന്ന കുളപ്പുള്ളി സംഗീതോത്സവം സംഗീത പ്രേമികളുടെ മനം കവർന്നു കഴിഞ്ഞു. 4 പത്മശ്രീ കന്യാകുമാരിയുടെ വയലിൻ കച്ചേരി, തിങ്കളാഴ്ച ജയശ്രീ വൈദ്യനാഥൻ്റെ വായ്പാട്ട്, ചൊവ്വാഴ്ച തില്ലസ്ഥാനം സഹോദരിമാരുടെ വായ്പാട്ട് എന്നിവ അരങ്ങിലെത്തി. വ്യാഴാഴ്ച ആഘോഷത്തിന് സമാപനമാകും. ബാലസ്വാമി നയിക്കുന്ന ഗീതാ നാരായണീയ സത്സംഗം, ഇരട്ടമ്പലം മാതൃസമിതി തുടങ്ങി വിവിധ സമിതികളുടെ നാരായണീയ പാരായണം, പാഞ്ഞാൾ വേലുക്കുട്ടിയുടെ പഞ്ചവാദ്യം തുടങ്ങിയ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തർ സംഗമിക്കണം. ഭക്തർ സംഗമിച്ച് നാമസങ്കീർത്തനം നടത്തണം. നാമസങ്കീർത്തനം വെച്ച സർവഭാവ പ്രകാശനം എന്ന് പറഞ്ഞെങ്കിലും ഭാഗവതത്തിൽ പറഞ്ഞെങ്കിലും വെറുതല്ല. ആദ്യകാലത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കലിയുഗത്തിൽ നമ്മൾ പല ഭാഗത്തേക്ക് പോകുന്ന അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ക്ഷേത്രസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 3 ഗ്രൂപ്പുണ്ട്. സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ സന്നിധിയിലുള്ള സുജാത ചേച്ചി ടീം വന്നെങ്കിലും കഴിഞ്ഞ വർഷം വന്ന് വായിക്കേണ്ടതില്ല, വായിക്കാൻ വരാമെന്ന് പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന പാഞ്ഞാൾ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ നിറ വെള്ളാട്ട് മഹോത്സവം സമാപിച്ചു. ആഘോഷ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ബുധനാഴ്ച രാവിലെ വിഷ്ണുമായ ഭഗവാന്റെ രൂപകളം ആരംഭിക്കുകയും തുടർന്ന് കളംപാട്ടും മേളവും നടന്നു. ഉച്ചയ്ക്ക് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. കളംവായ്ക്കൽ ചടങ്ങോടെ 3 ദിവസം നീണ്ടുനിന്ന നിറവെള്ളാട്ടു മഹോത്സവത്തിന് സമാപനമായി. കഴിഞ്ഞ ദിവസങ്ങളിലായി കലാമണ്ഡലം കൂടിയാട്ട മേധാവി ഡോക്ടർ കനകകുമാറിൻ്റെ ചാക്യാർകൂത്ത്, മറ്റ് കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. താന്ത്രിക കർമ്മങ്ങൾക്ക് ബ്രഹ്മശ്രീ ബാലകൃഷ്ണൻ പൈ നേതൃത്വം നൽകി. കളം വരയ്ക്കൽ കർമ്മത്തിനും പൂജാകർമ്മങ്ങൾക്കും തൃശൂർ ആവണക്കാട് കളരിയിലെ ആചാര്യൻ CR ഹരിദാസ് നേതൃത്വം നൽകി. ക്ഷേത്രമഠാധിപതി TK ജയപ്രകാശ്, TK പുഷ്പരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂജാ ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളശ്ശേരി കൂട്ടാല ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുതാലപ്പൊലി മഹോത്സവം മെയ് 9 വിവിധ പരിപാടികളോടെ നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി കിഴക്കുമുറി ദേശകമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി ആഘോഷ പരിപാടികൾ ഒരുക്കിയതായി കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 കിഴക്കുമുറി ദേശകമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലൂർ കരടിമല ക്ഷേത്രത്തിൽ വെച്ചാണ് പരിപാടികൾ നടക്കുക. രാവിലെ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനച്ചമയ പ്രദർശനവും ഉണ്ടാകും. വാദ്യകലാരത്നം കല്ലൂർ ജയൻ നയിക്കുന്ന വലിയ പഞ്ചാരിമേളവും അരങ്ങേറും. 60ഓളം കലാകാരന്മാർ അണിനിരക്കും. അതിനുശേഷം പൂരം എഴുന്നള്ളിപ്പോടനുബന്ധിച്ച് വൈകിട്ട് 4 മണിക്ക് എറണാകുളം ശിവകുമാർ നയിക്കുന്ന പഞ്ചഗജ നിരയും വർണ്ണശബളമായ കുടമാറ്റവും അതിഗംഭീരമായ പാണ്ഡിമേളവും പൂര ആസ്വാദകർക്കായി കിഴക്കുമുറി ദേശം സമർപ്പിക്കും. ഞങ്ങളുടെ പൂരത്തിൽ തന്നെ ആദ്യമായി ഇവിടെ രാവിലെ ഒരു വലിയ പഞ്ചാരിമേളവും അതോടുകൂടി ആനച്ചമയ പ്രദർശനവും പൂരപ്രേമികൾക്കും മേള ആസ്വാദകർക്കും വേണ്ടി കാഴ്ചവെക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം എറണാകുളം ശിവകുമാറിൻ്റെ പ്രമാണികത്വത്തിൽ തിടമ്പാനയായിട്ട് 5 ആനകളെ എഴുതിച്ചൊരു പഞ്ചഗജനിരയോടുകൂടി കേരളത്തിലെ കുറച്ച് പ്രശസ്തരായ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ഏകദേശം 6:30 ഈ പൂരം പുറപ്പെട്ട് കേരളശ്ശേരി എഗ്മൺസ് ലൈബ്രറിയുടെ അവിടെ എത്തി നിരന്നിട്ട് വർണ്ണശബളമായ കുടമാറ്റവും അതിഗംഭീര പാണ്ഡിമേളവും കഴിഞ്ഞ് പൂരം
ക്ഷേത്രത്തിലേക്ക് കാവ് കയറുന്നതായിരിക്കും. കൈലാസനാഥപ്രിയൻ, എറണാകുളം ശിവകുമാർ, ചെർപ്പുളശ്ശേരി മണികണ്ഠൻ, മച്ചാട് ഗോപാലൻ, ചെർപ്പുളശ്ശേരി അയ്യപ്പൻ, മച്ചാട് ധർമ്മൻ എന്നീ 5 ആനകളാണ് കിഴക്കുമുറി ദേശത്തിൻ്റെ വേലയ്ക്ക് അണിനിരക്കുക. വൈകിട്ട് 4-ന് പാണ്ടിമേളവും 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പൂരം പുറപ്പാടും 6:30-ന് കുടമാറ്റവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കമ്മിറ്റി പ്രസിഡന്റ് കല്ലൂർ ജയൻ, സെക്രട്ടറി രമേശ് കരിയുകുന്നത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട്ട് നടക്കുന്ന സ്കന്ദ മഹാശരവണ ഭവയാഗത്തിന്റെ മുന്നോടിയായി മെയ് 18-ന് ഭാരതരക്ഷാ അഗ്നിഹവനം നടത്തും. രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കുന്നത്തൂർമേട് ഈശ്വരി ഗാർഡനിലായിരിക്കും അഗ്നിഹവനമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതം ഇന്ന് അഭിമുഖീകരിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികളെ ചെറുത്തു തോൽപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണിയാകുന്ന ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്ത് രാഷ്ട്രത്തെ രക്ഷിക്കാനുമാണ് അഗ്നിഹവനം. ധീര സൈനികർക്ക് ആത്മബലവും ശക്തിയും പകരാനും രാജ്യസ്നേഹികൾക്ക് ഉണർവ് നൽകാനും അഗ്നിഹവനം പ്രയോജനകരമാകുമെന്ന് സംഘാടകർ പറഞ്ഞു. ചിറ്റൂർ വ്യാസ പരമാത്മാ മഠം മഠാധിപതി സ്വാമി സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും ചടങ്ങുകൾ. നാടൻപാട്ട് കലാകാരനും അംബേദ്കർ ദേശീയ പുരസ്കാര ജേതാവുമായ കലാശ്രീ ജനാർദ്ദനൻ പുതുശ്ശേരിയുടെ നേതൃത്വത്തിൽ പടപ്പാട്ടുകൾ എന്ന കലാപരിപാടിയും ഉണ്ടാവും. നമ്മൾ ഈ വരുന്ന മെയ് 18-ാം തീയതി പാലക്കാട് കുന്നത്തൂർമേട് ഈശ്വരി ഗാർഡൻസിൽ വെച്ചിട്ട് നമ്മളൊരു ഹോമം ഭാരതരക്ഷാ അഗ്നിഹവനം എന്നുള്ള പേരിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മുടെ ആചാര്യൻ ആയിട്ടുള്ള നമ്മുടെ ചിറ്റൂർ വ്യാസപരമാത്മാ മഠാധിപതി സദ്ഗുരു സ്വാമി വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിലാണ് ആ ഹോമം നടക്കുന്നത്. കാലത്ത് 5 മണി മുതൽ 1 മണി വരെയാണ് നമ്മളെ പ്രോഗ്രാം നിശ്ചയിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ പ്രശോഭ് പ്രഭാകരൻ, ഡി രമേഷ്, സൂര്യനാരായണൻ, സുരേഷ് എലാങ്കുറിശി, വത്സകുമാർ മാത്തൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റുലി സംസ്ഥാനത്ത് LDF വന്നതോടെ എല്ലാം ശരിയായെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. സർക്കാർ 4ാം വാർഷികാഘോഷ ചടങ്ങുകളിലെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തിപ്പിടിച്ച LDF വരും എല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യത്തോട് നീതി പുലർത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്ത് കരുതുന്നു? വെറുതെ കള്ളങ്ങൾ പറയുക, അത് നടത്തിയെന്ന് പറയുക, എന്നല്ലാതെ യാതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. വികസനം എന്ന് പറയുന്ന കാര്യത്തിൽ ബിഗ് സീറോ ആണ് ഈ ഗവൺമെൻറ്. പിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിനൊക്കെ തൻ്റേതാക്കി മാറ്റുന്ന ഒരു പ്രവണതയില്ല. കേന്ദ്ര ഗവൺമെൻറ് ചെയ്താലും വേറെ ഏതെങ്കിലും ഏജൻസി ചെയ്താലും ഒക്കെ ഞാനാ ചെയ്തെന്ന് പറയുന്ന ഒരു പ്രവണതയില്ല. ഇത്രയും അതൊന്നും അല്ല ഈ രാജ്യത്തിന് ആവശ്യം. ഈ രാജ്യത്തിന് ആവശ്യം വികസനമാണ്. ആ വികസനം ഒട്ടും തന്നെ നടന്നിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും, നമ്മുടെ ഈ കേരളത്തിലെ നമ്മുടെ റോഡ് വികസനമായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ഏറ്റവും വലിയ പദ്ധതി, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ജനങ്ങളെല്ലാവരും നോക്കിക്കാണുന്ന ഒരു പദ്ധതി എന്ന് വിഴിഞ്ഞം തുറമുഖം. ആ വിഴിഞ്ഞം തുറമുഖം പോലും നമുക്ക് ഇന്ന് തുറന്നു തരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം പറയുന്നു ഒന്നും തന്നെ LDF വരും എല്ലാം ശരിയാവും പറഞ്ഞു, പക്ഷേ ഒന്നും ശരിയായിട്ടില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ വികസനമാണ് ഈ 2ാം പിണറായി ഗവൺമെൻറ് ഈ പൂർത്തിയാവുന്നതിന് മുന്നേ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് പ്രതിപക്ഷത്തോടൊന്ന് ചോദിക്കാൻ വേണ്ടി കഴിയും, ഈ LDF ഗവൺമെൻറ് എന്താണ് ചെയ്തു തരാത്തത് എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ വേണ്ടി കഴിയും. അത് അവർ അതിനുള്ള മറുപടി കൃത്യമായിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ വേണ്ടി കഴിയും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നരേന്ദ്രമോദിയുടേത് പരിധിവിട്ട അമേരിക്കൻ മുതലാളിത്ത വിധേയത്വമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്ത്യൻ തൊഴിലാളി വർഗം ഇത് അംഗീകരിക്കുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഭീഷണിയാകുന്ന നയസമീപനങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റേതെന്നും ബിനോയ് വിശ്വം. പാലക്കാട്ട് NREG വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം. പട്ടാമ്പി മണ്ഡലം കേന്ദ്രീകരിച്ച് CPI വിമതർ പ്രവർത്തനം ശക്തമാക്കുന്നു. മെയ് 9-ന് പട്ടാമ്പിയിൽ റാലിയും പൊതുയോഗവും. മതതീവ്രവാദ ഭീകരതയ്ക്കെതിരെ മാനവ സംഗമം എന്ന പേരിൽ നടത്തുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുക തൃത്താല മുൻ MLA VT ബൽറാം. CPI ഇന്നുവരെ നടത്തിയിട്ടില്ലാത്ത കൂറ്റൻ റാലിക്ക് പട്ടാമ്പി സാക്ഷ്യം വഹിക്കുമെന്ന് വിമത നേതാക്കൾ. പാചക തൊഴിലാളികളെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU. കൃത്യമായി മാസം തോറും ശമ്പളം അനുവദിക്കണം. ആവശ്യമുന്നയിച്ച് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച്. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ പിന്നിടും മുൻപ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് തകർന്നു. പ്രതിഷേധവുമായി കോൺഗ്രസ്.
പ്രവർത്തകരെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യം മുതുതല പെരുമുടിയൂർ നിവാസികൾക്ക് വർഷങ്ങളായി ദുരിതയാത്ര. പുതിയ ഗേറ്റ് മുതൽ പെരുമുടിയൂർ തറ വരെ റോഡ് പൂർണ്ണ തകർച്ചയിൽ. വർഷം തോറും ഫണ്ട് നീക്കിവെക്കുന്നുണ്ടെങ്കിലും പ്രവൃത്തി അട്ടിമറിക്കപ്പെടുകയാണെന്ന ആരോപണം. പ്രക്ഷോഭ മുന്നറിയിപ്പുമായി UDF. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ തിരിച്ചടി ആഘോഷമാക്കി പാലക്കാട് നഗരം. വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ. പാകിസ്ഥാനുള്ള തിരിച്ചടി ദേശസ്നേഹികൾ ആഘോഷിച്ചത് മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചു. വടക്കുംനാഥന്റെ പടിഞ്ഞാറേ നടയിൽ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. അടുത്ത പൂരം 2026 ഏപ്രിൽ 26-ന്. തൃശൂർ പൂരം ക്ലൈമാക്സ് നൽകിയ ആനയുടെ വിരണ്ടോട്ടം. പുലർച്ചെ നഗരത്തിലൂടെ വിരണ്ടോടിയത് എഴുന്നള്ളിപ്പിനെത്തിച്ച ഊട്ടോളി രാമൻ. തിക്കിലും തിരക്കിലും 40-ലേറെ പേർക്ക് നിസ്സാര പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.